രാജ്യസഭയില് എൻഡിഎക്ക് ഭൂരിപക്ഷമായി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് അടക്കം ബിജെപിയുടെ 9 അംഗങ്ങള് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും സഖ്യകക്ഷികളില് നിന്ന് 2 അംഗങ്ങൾ എത്തുകയും ചെയ്തതോടെയാണ് എൻഡിഎ ശക്തമായ നിലയിലെത്തിയത്. ബിജെപിയുടെ അംഗബലം 96 ആയി ഉയർന്നു. എൻഡിഎയുടേത് 112 ആയും ഉയർന്നു. ബിജെപിയുടേത് കൂടാതെ എൻഡിഎ സഖ്യകക്ഷികളായ എൻസിപി, അജിത് പവാര്, രാഷ്ട്രീയ ലോക് മഞ്ച് എന്നിവയിലെ അംഗങ്ങളുമാണ് രാജ്യസഭയിലേക്ക് വിജയിച്ചത്. 245 അംഗ രാജ്യസഭയില് നിലവിലെ 8 പേരുടെ ഒഴിവുണ്ട്. അതിനാൽ 237 അംഗ സഭയില് ഭൂരിപക്ഷത്തിനു വേണ്ടത് 119 അംഗങ്ങളാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 6 അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രന്റെയും പിന്തുണയോടെയാണ് എൻഡിഎ രാജ്യസഭയില് കേവല ഭൂരിപക്ഷം നേടിയത്. ജമ്മു കശ്മീരില് നിന്നും 4 നോമിനേറ്റ് ചെയ്യപ്പെടുന്ന 4 പേരുടെയും ഒഴിവുകളാണ് നികത്താനുള്ളത്. രാജ്യസഭയില് ഭൂരിപക്ഷത്തിനായി ബിജെപി കഴിഞ്ഞ ഒരു ദശാബ്ദമായി ശ്രമിച്ചു വരികയായിരുന്നു. നിർണായക ബില്ലുകള് പാസ്സാക്കുന്നതിന് രാജ്യസഭയില് എൻഡിഎക്ക് ഭൂരിപക്ഷം ആവശ്യമാണ്. ചൊവ്വാഴ്ച 9 ബിജെപി അംഗങ്ങള് ഉൾപ്പെടെ 12 പേരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര സഹമന്ത്രി രവനീത് ബിട്ടുവും തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. കെ.സി. വേണുഗോപാല് ഒഴിഞ്ഞ സീറ്റിലാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ രവനീത് ബിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടവരില് കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വിയും ഉൾപ്പെടുന്നു. തെലങ്കാനയില് നിന്നാണ് സിംഗ്വി രാജ്യസഭയിലേക്കെത്തുന്നത്. ഇതോടെ പ്രതിപക്ഷത്തിന്റെ അംഗബലം 85 ആയി ഉയർന്നു.